ഇതാണ് കുളിസീൻ. കുളിസീൻ എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുതേ. അന്യം നിന്ന് പോയ ആ കലാരൂപത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇത് മഡ് ബാത്ത് അഥവാ ഡസ്റ്റ് ബാത്ത് എന്നൊക്കെ പറയും. പിന്നെ വെള്ളത്തിൽ കുളിക്കാൻ മടിയുള്ളവർക്ക് ഈ പരിപാടി ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മഡ് ബാത്തിനെ പറ്റിയാണ്. മണ്ണിൽ ചിറകുകൾ വിരിച്ച് ചാഞ്ഞു മറിഞ്ഞ് പൊടി തൂവലുകൾക്കിടയിൽ കയറ്റി പതിപ്പിക്കുമ്പോൾ ശരീരത്തിലെ ചെറിയ പുഴുക്കളെയും പ്രാണികളെല്ലാം നീക്കം ചെയ്യാൻ സാധിക്കും. ചിറകുകളുടെ ശുചിത്വം നിലനിർത്താനും ചൂടുള്ള കാലാവസ്ഥയിൽ ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കുവാനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. ഞാനിവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇവരാണ് നാട്ടുവേലി തത്തകൾ അഥവാ ഗ്രീൻ ബീ ഈറ്റർ. പേരിലും നിറത്തിലും സാദൃശ്യമുണ്ടെങ്കിലും നമ്മുടെ തത്തയുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. നമ്മുടെ വയലുകളിലും വയലിനോട് ചേർന്നുള്ള മരങ്ങളിലും തുറസായ സ്ഥലങ്ങളിലുമെല്ലാം കാണപ്പെടുന്ന മനോഹരമായൊരു ചെറിയ പക്ഷിയാണ് നാട്ടുവേലി തത്തകൾ. ഒറ്റ നോട്ടത്തിൽ മുഴുവൻ പച്ച നിറമായിട്ട് തോന്നുമെങ്കിലും കഴുത്തിനോട് ചേർന്ന നീല നിറവും കണ്ണിന് ചുറ്റും കറുത്തൊരു വരയും കാണാം. എന്തായാലും കുളി കാണാൻ നാട്ടിലുള്ള കുറച്ച് പ്രമുഖർ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം വീഡിയോയുടെ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ കമൻറ്റ് ബോക്സിൽ നിന്റെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.